നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ബലമറിയാം. മേടം രാശി. മേടം രാശിക്കാരെ ഇന്ന് പരിചയസമ്പന്നരായ വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം നേരിടും. ചില പ്രശ്നങ്ങളെ പരിചയസമ്പന്നരായ വ്യക്തികൾ മൂലം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഉത്തരവാദിത്വമുള്ള ആളുകളുമായി നിങ്ങൾ ഇന്ന് ബന്ധം സ്ഥാപിക്കും. ഭാഗ്യത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഇന്ന് വിജയത്തിലേക്ക് എത്തുന്നതായാണ് കാണുന്നത്. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ കഴിയും. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് പിന്തുണകൾ ഉണ്ടാകും. സാഹചര്യങ്ങൾ വേഗത്തിൽ മെച്ചപ്പെടുമെന്ന സൂചനകളാണ് കാണുന്നത്. ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങും. മതപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കും. വിശ്വാസവും ആത്മീയതയും ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് കാണുന്നുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇടവം രാശി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ജോലിയിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ക്ഷമ നിലനിർത്തി മുന്നോട്ടു പോവുക. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ പിന്തുടരണം. വാഹനം ഓടിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത പാലിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ ലക്ഷണങ്ങളെ നിങ്ങൾ അവഗണിക്കരുത്. ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കളയരുത് എന്നാണ് ഇന്ന് പറയുന്നത്. പരസ്പരം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മിഥുനം രാശി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മിഥുനം രാശിക്കാർക്ക് സമയം അനുകൂലമാകുന്നത്. കൂട്ടായ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. ധൈര്യത്തോടെയും ശക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് ശുഭവാർത്തകൾ കേൾക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത കൂടി ഇന്ന് കാണുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ വിജയമുണ്ട്. നിങ്ങൾ നേതൃത്വം നൽകുന്ന പല പ്രവർത്തികളും വിജയത്തിലേക്ക് പോകും. ഭൂമി, വസ്തുവകകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ പുരോഗമിക്കും. കർക്കിടകം രാശി. ഇന്ന് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിന് പരിഗണന നൽകുക. ദിവസത്തിന്റെ അനുകൂലമായ അവസ്ഥയെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ജോലി കാര്യങ്ങളിലൊക്കെ ഏറെ നാളായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ നീങ്ങിക്കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മതിയായ ചികിത്സ തേടുക. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കാതിരിക്കുക. ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും വിശ്വാസവും ഒക്കെ തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മാത്രമല്ല, നിങ്ങളുടെ ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളിൽ നിങ്ങൾക്ക് നന്നായി ഷൈൻ ചെയ്യാൻ കഴിയും. ഇന്ന് വഞ്ചകരിൽ നിന്ന് നിങ്ങൾ അല്പം മാറി നിൽക്കുക. സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ചിങ്ങം രാശി. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ സമയം പോസിറ്റീവായി മാറിയിരിക്കുന്നു. ജോലിയുടെ വേഗത മെച്ചപ്പെടും. മികച്ച പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് മതിയാവണ്ണം ചികിത്സ തേടുക. ബുദ്ധിപരമായി കഴിവുകൾ പ്രയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വിശിഷ്ട വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ഇന്ന് നേട്ടമുണ്ട്. കന്നിരാശി. ഉത്തരവാദിത്തമുള്ള വ്യക്തികളുമായി നിങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നതായാണ് കാണുന്നത്. വ്യക്തിപരമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഇന്ന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. കുടുംബത്തിന്റെ പിന്തുണയും സഹകരണവും ഒക്കെ നിങ്ങളുടെ ഏതു പ്രവർത്തനത്തിലും ഇന്ന് കൂടെ ഉണ്ടാകും. മാത്രമല്ല, ബിസിനസ്സിൽ ഏറെ നാളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. വൈകാരികമായി കാര്യങ്ങളെ എടുക്കാതിരിക്കുക. ഈശ്വരവിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുക. സമയക്രമേണ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. തുലാം രാശി.
സാമ്പത്തികമായി ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമാണ്. നിങ്ങളുടെ വാണിജ്യപരമായതോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ജോലി സംബന്ധമായ തൊഴിലിടത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസമാണ് ഇന്ന്. ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ചില സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ മറ്റ് ചില കാമുകി കാമുകന്മാരുമായോ ഒക്കെയുള്ള ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദര ബന്ധം ഇന്ന് ദൃഢമാകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. മാത്രമല്ല, വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം. സാമൂഹിക ഇടപെടൽ നടത്താനുള്ള ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ കഴിയും. സൗഹൃദ കാര്യങ്ങളിലൊക്കെ ചില കശപിശകൾ ഉണ്ടാകുന്നതായാണ് കാണുന്നത്. വൃശ്ചികം രാശി, സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഒരു അന്തരീക്ഷമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. നിങ്ങളുടെ ആശയവിനിമയം വളരെയധികം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കും. അടുത്ത ബന്ധുക്കളുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റിവിറ്റി വലയം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പുതിയ ചില വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്. ജോലി സംബന്ധമായതോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടതോ ആയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ധനുരാശി, എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകാൻ ജോലി സ്ഥലത്ത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഈ രാശിക്കാർക്ക് ഇന്ന് കാണുന്നു. പ്രശസ്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വെല്ലുവിളി നേരിടേണ്ടി വരും. ക്രിയേറ്റീവ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ദിനമാണ് ഇന്ന്. നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. ചില യാത്രകൾക്ക് സാധ്യതയുണ്ട്. ചില നല്ല വാർത്തകൾ ലഭിക്കാനും ഇന്ന് സാധ്യതയുണ്ട്. മകരം രാശി, ഇന്ന് വൈകുന്നേരം മുതലാണ് നിങ്ങളുടെ സ്ഥിതി കൂടുതൽ അനുകൂലമാകുന്നത്. വൈകുന്നേരം വരെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അടുത്ത ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചില വിശ്വാസ വഞ്ചനയോ ചില നിങ്ങളെ വേദനപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടാകും. അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അല്പം ക്ഷമ കാണിക്കണം. ഇന്ന് നിങ്ങളുടെ പദ്ധതികളോ പരിപാടികളോ ഒക്കെ മുടങ്ങിപ്പോകുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം ദേഷ്യം വന്നേക്കാം. എങ്കിലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ബന്ധുക്കളെ ബഹുമാനിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്ന അതിഥികളുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ സാധ്യമാണ്. വിവേകത്തോടെ പെരുമാറേണ്ട ഒരു സമയമാണ് ഇത്. നിങ്ങളിലുള്ള തെറ്റുകൾ കാണാതെ പോകരുത്. അമിത ആത്മവിശ്വാസം ഇന്ന് അരുത്. കുംഭം രാശി, സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ദിവസമാണ് ഇത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ചിലവുകൾ, നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ജോലി സംബന്ധമായോ ഒക്കെയുള്ള ചില അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില പതർച്ചകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ കരുതലോടുകൂടി കൈകാര്യം ചെയ്യുക. മത്സര മനോഭാവം നിലനിർത്തി നിങ്ങൾ ജോലിയിൽ മുന്നോട്ട് പോകണം. സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത പാലിക്കുക. ജാഗ്രതയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. മീനം രാശി, കരിയർ, ബിസിനസ് എന്നിവയിലൊക്കെ ഒരു മികച്ച ദിവസമാണ് ഈ രാശിക്കാർക്ക് ഇന്ന്. ഭാഗ്യവും മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും ഒക്കെ വളരെ അനുകൂലമാണ്. നല്ല രീതിയിൽ ലാഭം ലഭിക്കാനുള്ളൊരു അവസ്ഥ കൂടി ഇന്ന് കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. ബിസിനസ്സിലും തൊഴിലിലും വിജയമുണ്ടാകും. അധികാരികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജോലിയിൽ വൈദഗ്ധ്യം വർദ്ധിക്കുന്നതായും കാണുന്നു. യാത്രകൾക്ക് സാധ്യതയുണ്ട്.